வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட வித்யா ஜாயின் பண்ணியிருக்காங்க. ஓகே, எல்லாரும் பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம். போலாமா? ஓகே. സ്പോർട്സ് അഡ്മിഷനാ? എന്താടാ ഏട്ടാ, എനിക്ക് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. കോച്ചിങ് ക്യാമ്പിൽ നാളെ ജോയിൻ ചെയ്യണം. സെലക്ഷൻ ലെറ്റർ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. இந்த ட்ரெஸ்ல தான ஹாஸ்பிடல் போனா? ഏട്ടാ, എട്ടരക്കല്ലേ ബസ്? അതെ. ഇഷ്ടം പോലെ സമയം. ഇനി 20 മിനിറ്റ് കൂടി ഉണ്ട്. ബസ് ലേറ്റ് ആയത് നമ്മള് ലേറ്റ് ആവൂലേ? അഞ്ചര. അയ്യോ, ഇത് രാവണ ചൊല്ലുവാரு. വാ. பஞ்சர் ஒட்டின இடத்துல பஞ்சர் ஆயிருக்கு, டியூப் தான் மாத்தணும். ഒരു മെസ്സേജ് ഒന്ന് വേഗാക്കോ, പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ പഞ്ചർ ഉണ്ടാക്കിയല്ല, ഒട്ടിക്കേ. ഏട്ടാ, ധൃതി പിടിക്കണ്ട. 8:30ക്കുള്ള ബസ് പോണെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്ത ബസ്സിൽ പോവാം. അത് പോയ 9:30 ഉള്ളൂ. അതിന് പോയി കഴിഞ്ഞാൽ നിന്റെ ട്രെയിനും മിസ്സാവും, എല്ലാം കൊളാവും. ഇനി എത്ര മിനിറ്റ് കൂടി ഉണ്ട്? 2 മിനിറ്റ്. നീ മുറുക്കെ പിടിച്ചിരുന്നു. 8:30 ബസ്. ഇതിനാണ് ആക്സിഡന്റ് ആയിരുന്നു. ഏട്ടാ, പതുക്കെ. നീ പേടിക്കണ്ട, ഞാനല്ലേ ചവിട്ടണേ. അയ്യോ, ആക്സിഡന്റ്. மெதுவா போயிருக்கலாம். ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന അനി ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല. அதுவும் நம்மளாலதான் ஒண்ணு ஆயிடுச்சு அப்படிங்கிற கில்ட் ஃபீல் வந்து எப்பயுமே விடாது. அது வந்து லைஃப் லாங் ஸ்டிக் ஆயிடும். എന്താമേ? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മോനെ. ஆக்சுவலி இவங்களுக்குலாம் பாஸ்கெட் பால் ப்ளே பண்றதுல இருக்கு. இந்த மாதிரி ஸ்பெஷலி ஏபிள்ட் பர்சன்ஸ்க்குலாம் வந்து சேர்லி பாஸ்கெட். ஆமா ஆமா. എനിക്കിത് കാണാൻ വയ്യ മോനെ. അന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്ക് പറ്റിയ കയ്യബദ്ധം, എന്റെ അശ്രദ്ധ, അതെന്ത് വില കൊടുത്തും നേരെയാക്കണമെന്ന്. എടോ, ഇതൊരു നല്ല ലക്ഷണമാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനേക്കാളും രോഗിക്ക് ആവശ്യം മനോധൈര്യവും ആത്മവിശ്വാസവുമാണ്. തന്റെ അനുജനത് ആവശ്യത്തിൽ അധികമുണ്ട്. ഇനി എത്രയും വേഗം അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷേ சரி பண்ண சான்ஸ் இருக்கு. അതിന് കുറച്ചധികം ചിലവ് വരും. ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എന്ത് വേണേലും ചെയ്യാം ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ മിഷിഗണിൽ നെർവസ് സംബന്ധമായ ഒരു മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റലുണ്ട്. 5% റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക്. അനിക്കുട്ടന്റെ കാര്യത്തിൽ 50% ചാൻസ്. താമസിക്കും തോറും സുഖപ്പെടാനുള്ള ചാൻസും കുറയും. അതുകൊണ്ട് ഏറിപ്പോയാൽ 1 വർഷം അതിനുള്ളിൽ നമുക്ക് അവനെ ഇവിടെ എത്തിക്കണം. പണം അതെനിക്കൊരു പ്രശ്നമായി. പ്രശ്നമായി. അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത്. എനിക്ക് സ്പോർട്സിലുള്ള ടാലന്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത്. ഈ വർഷം തൊട്ട് വർഷാവസാനം നടക്കാറുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ് വേയുടെ പ്രൈസ് മണിയായ 10 ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുന്ന വിവരം എന്നെ അറിയിച്ചത് ഗൗരിയുടെ പപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാ അവന് വേണ്ടിയുള്ള എന്റെ പരിശീലനം. കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, അവൻ, എന്റെ അനിക്കുട്ടൻ. ഇനി അധിക സമയമില്ല. വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും. അതിനു മുമ്പേ എനിക്ക് എന്റെ അനിയെ അമേരിക്കയിൽ എത്തിക്കണം. ഈ മാർച്ചിലാ ഇന്റർ കോളേജ് മീറ്റ് നടക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും, എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാവണം. ആയേ പറ്റൂ. വൈരാഗ്യമോ വെറി ഇരുந்துச்சுன்னா ഭയങ്കര കോംബോ. നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ്. ഗെയിംസിൽ നമ്മൾ എന്നും മുമ്പിലായിരുന്നു. അത്ലറ്റിക്സിലെ മോശം പ്രകടനമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമുക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാക്കിയത്. എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ RV കോളേജ് തന്നെയായിരിക്കും ഈ വർഷവും നമ്മുടെ പ്രധാന എതിരാളി. മറ്റൊരു പ്രധാന കാര്യം, ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ വ്യക്തിഗത ചാമ്പ്യനാവുന്ന ആളെയും കാത്ത് ഒരു സുവർണാവസരം ഇരിപ്പുണ്ട്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ഗുഡ്വേയുടെ വക 10 ലക്ഷം രൂപ സമ്മാനവും അവരുടെ തന്നെ കമ്പനിയിൽ സ്പോൺസർഷിപ്പോടെ ജോലിയും. വരുന്ന മാർച്ച് 5-നാണ് മീറ്റ് തുടങ്ങുന്നത്. ആദ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരും അവർക്ക് നൽകിയിട്ടുള്ള ഐറ്റങ്ങളും വായിക്കാം. പ്രാക്ടീസ് ടൈമിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചിലർക്ക് പുതുതായി ചില ഐറ്റങ്ങൾ കൊടുക്കുകയും മറ്റു ചിലരെ ചില ഐറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരേ ഐറ്റങ്ങളിൽ ഒന്നിലധികം പേരെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അഴിച്ചുപണികളെല്ലാം തന്നെ നമ്മുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനാണ്. അവരുടെ നെഞ്ചിൽ ഒളിച്ചിലെ കൊണ്ട് ഇതാ കാലേജാ? മിസൈല് വല്ലതും വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈൽ വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ച് ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഗുഡ് മോർണിംഗ് സാർ. ആ എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ. അത് കഴിഞ്ഞല്ലോ സാർ. എല്ലാ കാര്യവും കഴിഞ്ഞു. നെഞ്ചിന് എങ്ങനെയുണ്ട് സാർ? ഇഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. இந்த ஹைட்லயே விழுந்தா என்ன பண்றது? തനിക്ക് വേടോ ജമ്പുകാരൻ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത് താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ദാ ഇങ്ങനെ ഓടി വാ. இப்படி பண்ணிக்குது. கீர் போடுறாமா பின்னாடி. புடுங்குங்கடா. ചൂരടാ. ശരിയാക്കി തരാം. ഗിയർ പോടുறாமா അവൻ. ഒരു ഐഡിയ ഉണ്ട്. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ. ക്യാൻറ്റീനിൽ കോടാലിയുണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാൻമാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കാൻ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് ഓലുമ പിടിക്കെല്ലാരും കൂടി മാറിക്ക. இந்த ஆட்டோல எல்லாம் பின்னாடி யாரும் இடிக்காம இருக்கிறதுக்கு கட்டியிருப்பாங்கல்ல. അത്രയ്ക്ക് കൊണ്ടുപോകണോ കൊടിയും കുത്തി? ഓപ്പോസിറ്റ് വല്ല വന്ന് മൂട്ടിലിടിച്ചു. കാറ്റടിച്ചപ്പോ ഒരു സുഖം. ഇതിലും വലുതെന്തോ വരാനിരുന്നതോ. ദൈവം കാത്തു. എന്താ ചൂട് പിടിച്ചൊരു ചർച്ച? അറിഞ്ഞില്ലേ, ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു. കുഞ്ഞവര സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ. നാളെ നമ്മുടേതാ. അതെ, മത്സരത്തിന് 3 മാസം മുമ്പുള്ള ഈ പടയൊരുക്കം ആദ്യ സംഭവം പറഞ്ഞു കേൾക്കുന്നേ. എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസാ. പ്രിൻസിപ്പൾ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്റെ ചേട്ടൻ മത്സരിക്കുന്ന 400 മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല, ഒരു റെക്കോർഡും ചേട്ടൻ നേടും. ഒന്ന് മതിയാക്കടി, ഒരു ചേട്ടന് വായ്പില്ല. അത് മാത്രമല്ല, മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ചാമ്പ്യനും ആകും. മറ്റേത് സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇതോ പ്രേമ സ്നേഹം. 400 മീറ്റേഴ്സിൽ നിന്റെ ചേട്ടൻ ജയിക്കോ അതോ അർജുൻ ജയിക്കോ? അർജുൻ 400 മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ, അർജുൻ ആദ്യം മത്സരിച്ചിരുന്നത് 100 മീറ്റേഴ്സിനും 200 മീറ്റേഴ്സിനും ഹൈ ജമ്പിനും പിന്നെ റിലേയിലും ആയിരുന്നു. പക്ഷെ ഇപ്പോ ഹൈ ജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം 400 മീറ്റേഴ്സിലാണ് മത്സരിക്കുന്നത്. അതെന്താ പുതിയ പരിഷ്കാര? അപ്പൊ ഓരോ ഐറ്റത്തിൽ 2 പേർക്ക് മത്സരിക്കാവോ? கான்ஃப்ளிக்ட் ஆஃப் இன்ட்ரெஸ்ட். இவங்க பர்மிஷன் இவங்க ஆக்சுவலி கேட்க போறாங்கன்னு நினைக்கிறேன். 400 விட்டு ഇന്നെന്താ പ്രാക്ടീസിന് ഇറങ്ങിയില്ലേ? ഒരു മൂടില്ല. എന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഗൗരി അറിഞ്ഞാണല്ലോ തന്റെ ഏട്ടന്റെ കൂടെ ഞാൻ മത്സരിക്കുന്നത്. എന്തൊന്നും മിണ്ടാത്തെ? എന്തും മിണ്ടാൻ. അർജുൻ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതാണോ 400 മീറ്റേഴ്സ്? അല്ല, കുഞ്ഞോറ സാറ് പറഞ്ഞിട്ടാ. പക്ഷേ അപ്പോ എന്റെ ചേട്ടന്റെ കൂടെയാണ് മത്സരിക്കേണ്ടി വരാന്ന് അർജുൻ അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. ഗൗരി എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ കൂടെ മത്സരിക്കുന്നോണ്ടാണോ? ഏയ് ഒന്നുമില്ല അർജുൻ. ഒന്നുമില്ല. ഇല്ലെന്നേ, ഈ അർജുന്റെ ഒരു കാര്യം. എല്ലാരും പോകുന്നു, ഞാനും പോട്ടെ. ഗുഡ് ബൈ. ഓക്കെ. ஏதோ சொல்ல வரா. விட்டு கொடு சொல்லி கேட்க போறான்னு நினைக்கிறேன். ഇതാവേ ஹாக்கி கோலி மாரி வந்துட்டு இருக்காரு. ஹாக்கி கோலி சொல்லிட்டு இருப்பாங்க. இப்ப வெல் ப்ரிப்பேர்டா வந்திருக்காருன்னு நினைக்கிறேன். நான் ஆக்சுவலி டிஸ்ட்ரிக்ட் சாம்பியன்ஸ் ஹாக்கில. ഹായ്, കുഞ്ഞോറ സാറ്. അല്ല, സാറന്ത് ഈ വേഷത്തില്? ഇവിടെ ഓരോരുത്തന്മാര് ചന്തിക്കെറിഞ്ഞല്ലേ പ്രാക്ടീസ് നടത്തുന്നത്. പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ എന്നെ മുടക്കി. എത്ര ദിവസമായെന്നറിയോ ജനഭാരം കഴിച്ചിട്ട്. അതെ, സാറിന്റെ പെറ്റിക്കോട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ 2 വേൾഡ് ട്രേഡ് സെന്റർ ഒരു പാമ്പം പാലവും തകർന്നേനെ. வேர்ல்ட் ட்ரேட் சென்டர் பென்டகன்ல யுஎஸ் ரெப்ரசன்ட் சொல்லிட்டு ബാൻഡേജ് കെട്ടാത്ത ഇതാരുടെ എവിടെ കൊണ്ടുപോവാടാ?
എനിക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം. ലോങ് ലീവ് ഇട്ട് വന്ന് നോക്കാൻ. എന്തിനാ സാർ? ജോസഫ് വീട്ടിൽ പോയി കവിഴ്ന്ന് കിടക്കാനാടോ മുട്ടി തൃശ്ശൂർ പൂര. എന്റെ വ്യാകുല മാതാവേ. എടാ ചക്രവർത്തി, രണ്ടും കൽപ്പിച്ച് എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞാലോ? അവൾക്ക് എന്നോട് താല്പര്യമില്ലാതെ വരുമോ? അത് ഉറപ്പല്ലേ താല്പര്യമില്ല എന്നുള്ളത്. മച്ച എന്ത് പിണ്ണാക്ക് കാണിച്ചിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടാവാൻ? എന്താടാ ടിനു അറിഞ്ഞോ? അർജുൻ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയിരിക്കുക, നിന്റെ ഐറ്റത്തിലേക്ക്. ചേട്ടാ ഈ അർജുനെ കൊണ്ട് പൊറുതി വിട്ടിയല്ലോ. അവനാദ്യം ഗൗരിയുടെ മുന്നിൽ ഹീറോയി, അത് കഴിഞ്ഞ് മച്ചാനടിച്ച് പഞ്ചറാക്കി. ഇപ്പൊ മച്ചാടെ ഐറ്റത്തിലേക്ക് മച്ചാടെ കാര്യം കട്ട പോകാട്ടോ. എനിക്കതല്ല, അവിടെ നിന്നെ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയത് മച്ചാനെ തോൽപ്പിക്കാൻ. വേറെന്തോ കാര്യമുണ്ട്. 400 മീറ്റർ രാഹുലിന്റെ ഐറ്റം അല്ലേ? ഓക്കെ, ക്യാരി ഓൺ. வார்ம் டவுன் பண்றாப்ல. ആ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നിയമം എന്തു പറ്റി? എന്ത് കുട്ടി? എന്താ എന്ത് പറ്റി? ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടന്. എന്തുമാത്രം? അതെനിക്കറിയില്ല. ചേട്ടനും അങ്ങനെ തന്നെ. സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല. അത്രയ്ക്ക് ഇഷ്ടം ചേട്ടൻ എന്നെ. ഐ ലവ് ഹിം സോ മച്ച്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയി. ഞങ്ങള് തമ്മിൽ മത്സരിച്ച ചേട്ടൻ രണ്ടാമനായി പോന്ന് വിചാരിച്ചിട്ട്? എന്റെ ചേട്ടൻ രണ്ടാമനാവുന്നതില് എനിക്ക് വിഷമമുണ്ട്. എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ? അതും എനിക്ക് വിഷമമുള്ള കാര്യായിപ്പോ. അതെന്താ അങ്ങനെ? എന്താ ഗൗരി, എന്താന്ന് പറയേ? കുന്തം. நல்லா இருக்கு இந்த ட்ரெஸ். ட்ரெஸ்ஸுக்கு ஏற்ற ஃப்ளவர்லாம் வச்சிருக்காங்க. பயங்கரமா இருப்பா, அப்படியே ஒரு மாதிரி சாமிங்கா சாமியா இருக்குதா? இது ஊட்டி ஃப்ளவர் ஷோ அதுவா? அந்த இதுதான். இது சிங்கர் உதித் நாராயண் அவரா? ராப்லி உதித் நாராயணன் தெரிஞ்ச சொல்லுங்க. ஆரம்பிச்சிட்டாரு ஒரு ஷர்ட்டை உடிச்ச வருவா. உதித் நாராயண் மாதிரி தான் இருக்கு. ஓகே, நானும் accept பண்ணிக்கிறேன். ஏன்னா இந்த ஸ்டாண்ட் இது நல்லா இருக்குல்ல இந்த ட்ரெஸ் அவருக்கு. நான் இந்த இதுக்கு மேல இருந்து உருண்டல்ல வந்திருக்கேன். இங்க போயிருக்கியதா? பைக்காரா இருக்கேன். அந்த பைக்காரா போயிட்டு அப்புறம் இந்த லொகேஷன் போயிருந்து 10th படிக்கும்போது. ஓகே ஓகே. அந்த ஜாக்கெட் நல்லா இருக்கு பாருங்க. இவங்களுக்கு மாடலும் நல்லா இருக்கு. நான் ட்ரெடிஷனல் அவன்றது பண்ணி என்ன யூஸ்? அவங்க என்னென்ன காப்பாற்ற வரல. എന്തു പറ്റി മച്ചാ? ഹൈ ജമ്പ് முடியல. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. എന്ത്? അവള് പറഞ്ഞിട്ടാവും മാറിയത്. അപ്പൊ അവര് തമ്മില് வந்து அடிச்சிருக்கோம். എനിക്ക് നഷ്ടപ്പെട്ടാലും അവന് കിട്ടിക്കൂടാ. അതിനെ നമ്മൾ എന്ത് ചെയ്യും മച്ചാ? അവര് തമ്മിൽ അകലണം. இந்த மென்டாலிட்டி எப்பயும் வர்க் ஆகுது. അതിനൊരാൾ വിചാരിച്ചാലേ കഴിയൂ. ആര്? അതിന് അർജുനും രാഹുലും ശത്രുക്കളാവണം. ഇല്ലെങ്കിൽ ആക്കണം. ചക്രവർത്തി, ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ മച്ചാ. முதல்ல அடி விழுவு. ഇവനെ கூட இந்த மாதிரி ஒரு ஆள் வச்சுக்கிட்டா விளங்கிடும்.
അയ്യോ എന്താ ടിന്നു? നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഓരോ കാര്യങ്ങളെ എന്തു പറ്റി? നമ്മുടെ അർജുനും ഗൗരിയും ശത്രുക്കളായിരുന്നല്ലോ. ഇപ്പൊ അവര് തമ്മിൽ കൂട്ടായപ്പോ ചിലർക്കൊക്കെ ഒരു സംശയം ലവ് ആണോന്ന്. എന്തു പറയാനാ, ഞാൻ ഓടിച്ചെല്ലാത്തിനെയും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോ. ലാളിച്ച വളത്തിന്റെ കുഴപ്പം നിനക്കറിയോ? അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഇതേവരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യുകയില്ല. അവളിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം തെറ്റിച്ചാലോ? ഉദ്ദേശം പോലും അങ്ങോട്ട് ഏറ്റില്ലല്ലോ മച്ചാ. ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. എടാ, ഇത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അല്ലേ, സ്ലോ പോയിസൺ. അപ്പൊ ഫലം സാവധാനത്തിലേ കണ്ടു തുടങ്ങൂ. നീ കണ്ടോ? ഇതാർക്കാ? സ്മോൾ ബോയ്സ്. അർജുന്. എന്താ ബർത്ത്ഡേ വലുതാണോ? പിന്നെ ചുമ്മാ. നീയും അർജുനായിട്ട് എന്താ ബന്ധം? സൗഹൃദം, സ്നേഹം, ഇഷ്ടം, പ്രേമം, അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ലടി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു. നീ അർജുനോട് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? പറയണം. പറയും. പക്ഷെ ഇപ്പൊ വേണ്ട. എല്ലാം കഴിഞ്ഞ് ചാമ്പ്യനായി വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് പറയാം. ചാമ്പ്യൻ ആകുന്നതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല. അത് മറ്റൊന്നിലേക്കും പോയിക്കൂടാ. ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല. ഇതെന്റെ മനസ്സാണ്. അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ്. ജയിച്ചു കഴിയുമ്പോ ഇതിങ്ങ് തിരിച്ചു തന്നേക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു മനസ്സ് പോലും ഇല്ലാതെ ഇവിടെ എല്ലാം അലഞ്ഞു തിരിയും. ഹലോ, വെറുതെ പറഞ്ഞതല്ല, അധികം തന്നേക്കണം. അർജുൻ ചാമ്പ്യൻ ആകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ. ഗൗരി, താങ്ക്സ്. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി എന്റെ കൂടെ ഉള്ളത് എനിക്കൊരു ബലമാണ്. എനിക്കും അങ്ങനെ തന്നെ. നൈസ് വേർഡ് ടു പുട്ട് ഇറ്റ്. ബൈ. ബൈ. തലവിട്ടിരുന്ന് കത്തിക്കണോ? അവര് തമ്മിൽ ചേർന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതെന്താ? അതുകൊണ്ടല്ലേ അവൾക്ക് ആ സ്പൈക്സ് അവന് തന്നെ കൊടുക്കാൻ തോന്നിയത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചേട്ടന്റെ അനിയത്തിനെയും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം. ഓക്കെ? അല്ല, പ്രാക്ടീസ് കഴിഞ്ഞോ? നീ എന്താ ഇതിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത്? പുതിയതെവിടാ? പുതിയതോ? എനിക്കിതേ ഉള്ളടാ. പോടാ, തമാശ പറയല്ലേ. ഗൗരി നിനക്കായിട്ടൊരു കിടിലൻ സ്പൈക്സ് വാങ്ങുന്നത് ഞാൻ കണ്ടാണല്ലോ. എനിക്കായിട്ട് അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും. ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടന് വേണ്ടി അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി 5 പൈസ മുടക്കും. ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും. അത് ഞാൻ കുറപ്പാ. അല്ലടാ. പിന്നെ അല്ല, അല്ലെങ്കിൽ കാക്ക മലർന്നു പറക്കില്ലേ. ഇങ്ങനെ ഒരു പുന്നാര ചേട്ടനെ അനുസരിച്ച് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ചിലപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാവും. ഏതായാലും ഞാൻ പറഞ്ഞാൽ ഗൗരിയോട് പറയണ്ട. നിന്റെ പ്രാക്ടീസ് നടക്കട്ടെ. വാടാ. ഗൗരി, അതെങ്കി താ. മോളെ ചുമക്കാളി ഇറക്കല്ലേ? താത്താ, നീ എന്ത് ചെയ്താലും ആ നിമിഷം ഞാൻ അറിയും. നീ വാങ്ങിയ സ്പൈസിങ് താ. ഓ, അതാണോ? അത് ഞാൻ അർജുന് വേണ്ടി വാങ്ങിയതാ. അർജുൻ എന്ത് പറ്റി? ഞാൻ പോട്ടെ, പ്രാക്ടീസ് ചെയ്തു. നീ ഇതൊരു കുളിയൊന്നും കഴിഞ്ഞില്ലേ? ഷൂ എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഏയ്, ഷൂ ഒന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കുമെന്ന്. ആരാണപ്പാ ആ ഫ്രണ്ട്? അത് ഞാൻ ചോദിച്ചില്ല. ഈഗോ പ്രോബ്ലം. ആരായാലും ഭാഗ്യമുള്ള ആളാ ആ ഫ്രണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ. ഐ എം സോറി, ഞാൻ വെറുതെ നിന്നെ മോഹിപ്പിച്ചു. സോറിടാ. ഹേയ്, ഇറ്റ്സ് ഓക്കേ ടിനു. ഞാനിപ്പോ വരാം. ഞാൻ വെറുതെ. നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഉള്ള ചോറൊക്കെ വാരിക്കയറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന് ചാടാതെ പോയി ഗ്രൗണ്ടിൽ പോയി ചാടാ. ഉള്ള മസിൽ വെട്ടി. എടാ ചക്രവർത്തി, നീ എന്നോട് ചോദിച്ചില്ലേ അർജുനെയും ഗൗരിയും നമ്മൾ എങ്ങനെ അകറ്റുവന്ന്? അതിനുള്ള സമയമായടാ. മുറിയിൽ രാഹുൽ ഇരിപ്പുണ്ട്. മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട്. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നതോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം. അതെങ്ങനെ? ஏதோ பண்ணி வச்சிட்டானுங்க. നീ അങ്ങോട്ട് പോണ്ട. ഇങ്ങോട്ട് വന്നേ. വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. എന്ത്? നീ വന്നേ. നോക്കട്ടെ. എടാ, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഐറ്റമായി 400 മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ? ഞാനോ? ഗൗരിയെ കൊണ്ട്? അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ. നെവർ മൈൻഡ്, വാടാ പോവാ. വന്നേ. ചെല്ല്.
லவ் பத்தி இல்ல. அதாவது கௌரி கிட்ட இவர் சொல்லி கௌரி போய் அர்ஜுன் சொன்ன மாதிரி கார்ட்டூன்லாம் வரைஞ்சு வச்சிருக்காங்களே. இதுதான் ஃபேமிலியில் நடுவில் யாரும் வரக்கூடாது, வரவிடக்கூடாது. ഞാൻ കേട്ടത് നേരാണോ? ഞാൻ കേട്ടത് നേരാണോന്ന് എന്ത് നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത്? അത് ഏട്ടാ ഐ വാണ്ട് ആൻ ആൻസർ, യെസ് ഓർ നോ. യെസ്, അതാ ഉമ്മ. എന്റെ അനിയത്തിയായി പോയല്ലോ നീ. എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? രാഹുൽ, അത് പിന്നെ ഞാൻ സ്വയം None of your business. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ Your bloody mouth. നിനക്കെന്താ ഇവിടെ കാര്യം? അവനെന്താ തെറ്റേട്ടാ നീ അവന്റെ മെക്കിട്ട് കയറുന്നത്? മതിയാസാനെ ആംഗലം ബംഗ്ലായിലെ നാടകങ്ങളെയൊക്കെ തുണയുണ്ടെങ്കിൽ അജയ് മത്സരിച്ചേക്ക്. അതെ, ഈ പരാക്രമൊക്കെ മത്സരത്തിൽ കാണിക്കും. അത് തന്നെ ചെയ്യാൻ പോകുന്നത്. 400 മീറ്ററിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. എന്റെ പെങ്ങൾ പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് ഞാൻ തെളിയിക്കും. ആണോ അവരുടെ 400 ഇല്ലേ? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും. മറിച്ചായാൽ ഇവൻ ചെയ്യണം. இவரே அக்செப்ட் பண்ண போ, நாளை பண்ண மாட்டேன் போக வேண்டியதான். டேய் கம்பெனி இருக்கடா. சும்மா கூட ஏன் இது பண்ணி விட்டுறானுங்க? பட் அவர் தான் ரெஜிஸ்டர் பண்ணல, மறுபடியும் போய் ரெஜிஸ்டர் பண்ண போறாங்க. ഗൗരി വിഷമിക്കണ്ട, അവന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ശരിയാവും. വിൽ ബി ഓൾ റൈറ്റ്. இவனுக்கு மாரி ஆளுங்க தான் பல்ல அதிகம். இந்த பக்கம் பேசிட்டு அந்த பக்கம் பேசிட்டு സമ്മതിച്ചു മച്ചാൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ പരിപാടി? അവര് മത്സരിക്കും, രാഹുൽ ജയിക്കും. രാഹുൽ പറയുന്ന അർജുൻ അനുസരിക്കും. അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ അല്ലേ? പേടിക്കണ്ട, എല്ലാം ശരിയാവും. இவர் எஸ்ஜே சூர்யா மாதிரி ஆனந்தமா இருக்காரு. നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാൻ. അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആരായി അർജുൻ? എങ്ങാണ്ടും കിടന്നിരുന്ന അവന് വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാലൊടിച്ചേനെ. കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ. ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம்.